അസ്സലാമു ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം നല്ല നാടൻ ചാള മുളകിട്ടതാണ് കേട്ടോ. ആ ചുവന്ന ഗ്രേവിയും കാശ്മീരി മുളകിൻ്റെ നിറവും പിന്നെ കുടംപുളിയുടെ ആ പുളിയും കൂടി ചേരുമ്പോഴുള്ള ആ രുചി പറയേ വേണ്ടല്ലോ. ചൂട് ചോറിൻ്റെ കൂടെയോ കപ്പ വേവിച്ചതിൻ്റെ കൂടെയോ കഴിക്കാൻ ഇതിൽ നല്ല കോമ്പിനേഷൻ വേറെയില്ല. ഇന്ന് നമുക്ക് വേഗം പോയി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു പിഞ്ചോളം ഉലുവയും 1/2 ടീസ്പൂണോളം കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന നേരത്തിൽ നമ്മളിതിലേക്ക് ഇനി ആവശ്യമായി വരുന്നത് ഒരു 10 കൊച്ചുള്ളി, അതേപോലെ തന്നെ 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഈ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി ഇതെല്ലാം കൂടി നമുക്കൊന്നൊരു ചെറിയ ബ്രൗൺ കളറായി കിട്ടണം. അതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമ്മളൊരു 2 തണ്ടോളം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായി വരുന്നത് 2 ചെറിയ മീഡിയം സൈസ് വലിപ്പം വരുന്ന 2 പഴുത്ത തക്കാളിയാണ് കേട്ടോ. അത് നല്ല രീതിയിൽ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ ചാള മുളകിട്ടത് മൺചട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് മൺചട്ടി തന്നെ വെക്കാൻ ശ്രമിക്കണേ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനും ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നമുക്കൊന്ന് വഴന്ന് കിട്ടും. നല്ലൊരു പേസ്റ്റ് പരുവത്തിലായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം ദാ ഇവിടെ വെന്ത് നല്ല പേസ്റ്റ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ അതേപോലെ തന്നെ 1.5 ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടി, അതേപോലെ ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി, ഇത് ഇത്രയും ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് ഈ മസാലകളെല്ലാം ഒന്ന് പച്ച മണം മാറി കിട്ടുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, തീ ലോയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഇതിലേക്ക് 2 ചെറിയ വലിപ്പത്തിലുള്ള കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുടംപുളി ഇടുമ്പോൾ നമ്മൾ എപ്പോഴും നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവൂ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1/2 ഗ്ലാസും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ആ മസാലയ്ക്ക് ഇളക്കി കട്ട മാറ്റിയെടുത്തു. അതിനുശേഷം ബാക്കി വന്ന വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ 1 ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ, അഡീഷണലായിട്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഈ 1 ഗ്ലാസ് വെള്ളം മുഴുവനായി ചേർത്ത് കൊടുത്ത് ആ കട്ടകളെല്ലാം ഇളക്കിയെടുത്ത് അതിനുശേഷം നമുക്ക് ഈ മീനിലൊക്കെ പിടിക്കാനും ആവശ്യമായിട്ടുള്ള ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ചെറുതായിട്ടൊന്ന് തിളവരുത്തിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഈ മസാല ഒന്ന് നല്ല രീതിയിലൊന്ന് തിള വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി 2 സൈഡ് വരഞ്ഞെടുത്തിട്ടുള്ള ചാളയാണ്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയ സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ ആ മസാലയൊക്കെ നമ്മൾ മീനിൽ പൊതിയുന്ന രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് തിള വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ചെറുതായി ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇതിന് മുകളിലായിട്ടൊന്ന് തൂക്കി കൊടുക്കുക. അതിനുശേഷം ശ്രദ്ധിക്കണം, സ്പൂൺ ഇടരുത്. സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ മീൻ പൊട്ടിപ്പോകും. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ മൺചട്ടി എടുത്തൊന്ന് കറക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീനിലേക്ക് ഈ മസാലയെല്ലാം നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി തൂക്കി കൊടുക്കാവേ. അതിനുശേഷം 1 ടീസ്പൂണോളം എണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു മൂടി വെച്ച് അടച്ച് കൊടുത്ത് നമുക്ക് ഇതിനെ 1 മിനിറ്റോളം ലോ ഫ്ലെയിം വെച്ച് ഒന്നും കൂടി ഒന്ന് പറ്റിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ നല്ല സ്പൈസി ചാളമുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ആ നിറവും വെളിച്ചെണ്ണയുടെ മണവും കുടംപുളിയുടെ പുളിയും എല്ലാം കൂടി പറയാൻ വയ്യ. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചാൽ പ്ലേറ്റ് കാലിയാകുന്നത് അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കൂടെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.